16 മാസങ്ങൾക്ക് ശേഷമാണ് ട്രംപും മോദിയും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തത്. ഒരു തോട്ട്ഫുൾ ഡിപ്ലോമാറ്റിക് നേതാവ് എന്ന നിലയിൽ മോദിയുടെ പൊസിഷൻ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ് ഈ 16 മാസത്തിൽ നടന്നത്. തുടർച്ചയായ 3-ാം വർഷവും G7-ൽ ഇന്ത്യൻ പ്രസൻസ് അതാണ് കാണിക്കുന്നത്. അതായത് അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം എതിർത്താൽ ക്ഷണിക്കാൻ പറ്റില്ല. ഫ്രാൻസ്, അമേരിക്ക, UK, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, കാനഡ എന്നിവയാണ് G7. ഇത്രയും നാൾ ട്രംപിന്റെ നിരന്തരം വെല്ലുവിളികളെ അർഹിക്കുന്ന രീതിയിൽ മോദി അവഗണിച്ചു എന്നത് ശരിക്കും ഒരു മാസ്റ്റർ സ്ട്രാറ്റജി തന്നെയായിരുന്നു. മോദി ട്രംപിനോട് പുള്ളിക്ക് വെടിനിർത്തലിൽ ഒരു റോളുമില്ല എന്ന് ഫോണിൽ പറഞ്ഞത് ഇന്ത്യ വ്യക്തമാക്കുകയും വാഷിംഗ്ടൺ അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്തതാണ്. രാഹുൽ ഗാന്ധിയുടെ കടുത്ത സമ്മർദ്ദത്തിന് മറുപടിയായി ഇതിനിടയ്ക്ക് വന്ന ഇലക്ഷൻ റാലിയിലോ മറ്റോ മോദിക്ക് ഇതേപ്പറ്റി പറഞ്ഞ് കയ്യടിയും നേടാമായിരുന്നു. ഇതിനു പകരം പെട്രോളിയം സെക്രട്ടറി നടത്തിയ അമേരിക്കൻ വെയ്വറിന് മുൻപും വെയ്വർ സമയത്തും വെയ്വർ കഴിഞ്ഞും ഞങ്ങൾ പെട്രോൾ വാങ്ങി എന്നതുപോലെ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടത്തിയത്. അതുകൊണ്ട് തന്നെ 16 മാസത്തിന് ശേഷം ട്രംപിനെ കണ്ടപ്പോൾ ഡിപ്ലോമാറ്റിക് സൗഹൃദം തുടരാൻ നരേന്ദ്രമോദിക്കായി. അവിടെ വെച്ച് വളരെ ക്ലിയറായി ഹോർമൂസ് കടലിടുക്കിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെക്കുറിച്ചുമാണ് മോദി ഓപ്പണായി പറഞ്ഞത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മോദി മാത്രമാണ് ഈ ഇഷ്യൂ ട്രംപിന്റെ മുന്നിൽ ഓപ്പണായി അവതരിപ്പിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയും ഈ ഒരു മീറ്റിംഗിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ ഇന്ത്യൻ നാമധാരികളായിട്ടുള്ള കുറെ ആളുകൾ ട്രംപ് പറഞ്ഞത് മോദിക്ക് മനസ്സിലായില്ല എന്നൊക്കെ കമന്റ് ഇടുന്നത് കാണാൻ പറ്റും. സത്യത്തിൽ ഇവരുടെ വിചാരം CNN-ന്റെ കമന്റ് ബോക്സിൽ പോയി മോദിയെ തെറി വിളിക്കുന്നത് കൊണ്ട് ആരോ വന്ന് പുള്ളിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് മാറ്റുമെന്നാണ്. എന്തായാലും ഒരു 20 വർഷം മുമ്പുള്ള വീഡിയോയിൽ കാണാം നരേന്ദ്രമോദി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഒരു ഔദ്യോഗിക പ്രോഗ്രാമിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഇന്ത്യൻ ഭാഷ സംസാരിക്കുന്നതിൽ എന്താണ് പ്രശ്നം? കാഷ്വൽ സംഭാഷണത്തിൽ മോദി ട്രംപിനോടക്കം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വിഭാഷയുള്ളതുകൊണ്ട് ഒരു ഇന്ത്യൻ ഭാഷ സംസാരിക്കുക, കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുക, പോരാത്തതിന് നെഗോഷിയേഷനിൽ ഒരു സ്ട്രാറ്റജിക് ബഫർ ടൈം കിട്ടുക എന്നീ അഡ്വാൻറ്റേജ് ഹിന്ദി എന്നല്ല ഏതൊരു മാതൃഭാഷയ്ക്കും ഉണ്ട് എന്ന് ആലോചിക്കുക. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നരേന്ദ്രമോദി സംസാരിക്കുന്നത് ശരിക്കും അമേരിക്കൻ ട്രംപിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എന്താണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പറയാൻ പോകുന്നത് എന്ന് ഇന്ത്യയിലെ ഏകദേശം 140 കോടി വരുന്ന ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അമേരിക്കൻ പ്രസിഡന്റിന് ഹിന്ദി മനസ്സിലാവാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഭാഷ മനസ്സിലാക്കിക്കോളും. അതോർത്ത് ഇന്ത്യക്കാരും തന്നെ ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷെ മോദി ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് ഡോഗിനെ ചൂടുപട്ടി എന്ന് തർജ്ജിമ ചെയ്യുന്ന മലയാളത്തിലെ മാപ്രകൾ ഉൾപ്പെടെ ചിലപ്പോൾ ഇന്ത്യക്കാരോട് പറയാൻ പോകുന്നത് മറ്റു പലതുമായിരിക്കും. അത് ചെറിയൊരു ബുദ്ധിമുട്ട് നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കും. കാരണം 7 കല്യാൺ മാർഗ് റോഡിന്റെ 7 അയലത്ത് ഈ പറയുന്ന ആരെയും നരേന്ദ്രമോദി അടുപ്പിക്കാറില്ല.